മാറ്റൂ. എല്ലാവർക്കും ക്രിസ്തേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഭാഗം കരുണയുള്ളവരായി ദിവ്യസ്നേഹം പ്രകടിപ്പിക്കുക. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വാക്യം, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. സങ്കീർത്തനങ്ങൾ 103:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവം നമ്മോട് പറയുന്നത് കരുണയുള്ളവരായിരിക്കുക എന്നതാണ്. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാനുള്ളത്, ദൈവം നൽകുന്ന കരുണ നമ്മൾക്ക് എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നല്ല ഒരു അജപാലകനായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മോട് പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നതായ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വിശ്വസ്തതയും കാലത്തിൻ്റെ ഭൗമിക സാഹചര്യങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ ഇന്ന് മനുഷ്യനോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ കരുണ എന്നത് ഭൗമിക സാഹചര്യങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. മനുഷ്യൻ ഭൗമിക സാഹചര്യങ്ങൾ നോക്കിയാണ് മറ്റുള്ളവരെ പരിഗണിക്കുന്നത്. എന്നാൽ ദൈവം പരിഗണിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഭൗമിക സാഹചര്യങ്ങൾ നോക്കിയല്ല. ദൈവം നമ്മെ പരിഗണിക്കുന്നത് നാം എത്രത്തോളം ദൈവത്തിൻ്റെ കൽപ്പനയെയും ദൈവത്തെയും ബഹുമാനിക്കുന്നു എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ്. ഇതിൻ്റെ 2-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഒരു വ്യവസ്ഥ എന്നത് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ, മനുഷ്യന് മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ, മനുഷ്യനിൽ നിന്നും അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വെറുക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ ആ ദൈവത്തെ മനുഷ്യൻ അംഗീകരിക്കാതെ വരികയും ദൈവത്തെ ഭയപ്പെടാതെയും ഇരിക്കുമ്പോൾ വൻവിനകൾ, അതായത് പരീക്ഷകൻ മനുഷ്യനോട് അടുത്തു വരികയും പരീക്ഷണങ്ങളിൽ മനുഷ്യൻ വീണുപോവുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവൻ്റെ കൽപ്പനകളെ മാനിക്കുന്ന ഓരോ സാഹചര്യത്തിലും ദൈവം ആ വ്യക്തിക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകും. ഇവിടെ പറയുന്നത്, അടുത്തൊരു ഭാഗം നമ്മോട് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണ നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഉടമ്പടി മറന്നു പോകരുത്. ഇവിടെ ദൈവം മനുഷ്യനെ പരിഗണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരിക്കുന്ന സമയത്ത് ദൈവവും മനുഷ്യനുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ദൈവം മനുഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് തോട്ടത്തിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം, സകല വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ നന്മതിന്മകളെക്കുറിച്ച് അറിവ് പകരുന്നതായ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇവിടെ മനുഷ്യൻ്റെ ഇടയിലേക്ക് സാത്താൻ, അതായത് ദൈവത്തെ വിശ്വസിക്കാതിരുന്ന മനുഷ്യൻ്റെ ഇടയിലേക്ക് സാത്താൻ കടന്നു വരികയും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി ഏദൻ തോട്ടത്തിൽ ആദ്യമായി ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ കൽപ്പനാ ലംഘനം പാപം എന്നാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. ഈ കൽപ്പനയിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയുമാണ്. ആയതിനാൽ ഈ കൽപ്പനകളെ ലംഘിക്കുവാൻ നമുക്ക് ദൈവം അനുവാദം നൽകുന്നതല്ല. അടുത്തൊരു ഭാഗം നമ്മോട് പറയുന്നത്, കൽപ്പനകൾ ഓർക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ അനുസരിച്ച് ഭക്തിയോടെ നടക്കണം. ഈ ഒരു കൽപ്പനയിൽ തന്നെ ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ നമ്മൾ രാപ്പകൽ ധ്യാനിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകും. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മളോട് വായിക്കുമ്പോൾ കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൽപ്പനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ട് പലകയാണ് കൽപ്പന എന്നത്. ഈ കൽപ്പനയെ ബഹുമാനിക്കുകയും രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കരുണയുള്ളവരായി ദിവ്യ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നുദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങൾ, മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും ഓരോ സാഹചര്യങ്ങളും ചിലവഴിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണം. ദൈവമേ, ഈ കൽപ്പനകളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമേ അങ്ങ് നൽകുന്ന കരുണയുടെ കീഴിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, കരുണയുള്ളവരായി നിലനിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.